സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ റെയിൽവേയുടെ അഭിമാനമായി മാറി. ചെന്നൈയിലും റായ്ബറേലിയിലുമുള്ള കോച്ച് ഫാക്ടറികളിലാണ് ഇവ നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന്റെ അവസാന മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പുതിയ കോച്ചുകളുടെ ചിത്രവും വിവരണവും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു. കോച്ചുകളുടെ പരീക്ഷണ ഓട്ടവും സാധ്യതാ പരിശോധനയും നടന്നു കഴിഞ്ഞു. ദീപാവലിയോടെ ഡൽഹി പാട്ന റൂട്ടിൽ രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യം റെയിൽവേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. നിർമ്മാണത്തിലുള്ളവ ഉൾപ്പെടെ ഇപ്പോൾ രാജ്യത്ത് 136 ചെയർകാർ വന്ദേ ഭാരതുകളാണുള്ളത്. ആഡംബരം, സൗകര്യം, സുരക്ഷ, ആധുനികത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പുതിയ സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം ട്രെയിനിൽ സ്ലീപ്പർ കോച്ചുകൾ മാത്രമേ ഉള്ളൂ. പകൽ സമയ യാത്രയ്ക്ക് മാത്രമായി ചെയർകാർ വന്ദേ ഭാരതിനെ പരിമിതപ്പെടുത്താനും ആലോചനയുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സ്ലീപ്പർ വന്ദേ ഭാരതുകളുടെ പരീക്ഷണ ഓട്ടം ആദ്യം നടന്നത്. കേരളത്തിൽ മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ അടുത്ത വർഷത്തേക്ക് സ്ലീപ്പർ വന്ദേ ഭാരത് അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ഇതിനായി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ബംഗളൂരു കോഴിക്കോട്, ചെന്നൈ കോഴിക്കോട്, മംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളിലായി 3 വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസുകൾ അനുവദിക്കണമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവിന് MK രാഘവൻ MP നിവേദനം നൽകിയിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് അടുത്തിടെ അദ്ദേഹം മന്ത്രിയെ കണ്ടപ്പോൾ മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ അനുവദിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്.